ചില പതിവുകളെ കുറിച്ച് പറയാം. ചില ആത്മീയ പതിവുകൾ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് പോയിരുന്നു. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും എല്ലാ വർഷവും അവർ ജെറുസലേമിൽ പെസഹ തിരുനാളിൽ പോയിരുന്നു. എല്ലാ വർഷവും ഉള്ള ഒരു ആത്മീയ പതിവ് യേശുവിൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എന്നതാണ് സൂചന. 2, അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ഇത് സൂചിപ്പിക്കുന്നതും പതിവ്, ചില ആത്മീയ പതിവുകൾ. സ്നേഹമുള്ള ദൈവവൈതലേ, നിനക്കെന്ത് ആത്മീയ പതിവാണുള്ളത്? പതിവായി നീ ചെയ്യുന്ന, ആവർത്തിച്ച് ചെയ്യുന്ന ആത്മീയ ഉണർവിന് ഉതകുന്നത് എന്ത് നിൻ്റെ ജീവിതത്തിലുണ്ട്? എല്ലാ ദിവസവും ചെയ്യുന്ന പ്രാർത്ഥനകൾ നിനക്കുണ്ടോ? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പണം നിനക്ക് സ്വന്തമായിട്ടുണ്ടോ? എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു ആത്മീയ പതിവ് നമുക്കുണ്ടോ? എല്ലാ ദിവസവും മെഴിപൂട്ടി ദൈവത്തിന് സ്തുതി പറയുന്ന, നന്മ പറയുന്ന, അനുഗ്രഹം പറയുന്ന ഒരു ദിനം, ഒരു സ്വഭാവം നിനക്കുണ്ടോ? ആത്മീയ പതിവുകൾ നഷ്ടപ്പെട്ടൊരു കുത്തഴിഞ്ഞ കാലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില നേരങ്ങളിൽ മാത്രം കൂടിക്കേറുന്ന ഒരു ആത്മീയ പതിവിനെ കുറിച്ചല്ല. കയ്പുള്ളതും നന്മയുള്ളതും സന്തോഷങ്ങളും കയ്പുള്ളതും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഒരിക്കലും കെട്ടുപോകാത്തൊരാത്മീയ പതിവ് നിൻ്റെ ജീവിതത്തിലുണ്ടോ? കാർമേഘം നിറഞ്ഞു നിൽക്കുമ്പോഴും മഴവിൽ അനുഭവങ്ങൾ ശോഭയോടെ നിൽക്കുമ്പോഴും നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒരാത്മീയ പതിവ് ജീവിതത്തിലുണ്ടെങ്കിൽ സ്നേഹമുള്ള അതൊരു ബലം തന്നെയാണ്. ചില പോരാട്ടങ്ങൾ ജയിച്ചു കയറാൻ ഈ ആത്മീയ പതിവ് നമ്മളെ സഹായിക്കും. തിരുക്കുടുംബത്തിനുണ്ടായിരുന്ന ഒരു ആത്മീയ പതിവ് ഇന്നീ ഞായറാഴ്ച നമ്മൾ ധ്യാന വിഷയമാകുമ്പോൾ നിനക്കും നിൻ്റെ കുടുംബത്തിനും ചില ആത്മീയ പതിവുകൾ, നിഷ്ഠകൾ വേണമെന്ന് സ്വർഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു ശൈലി രൂപപ്പെടുത്തുന്നത് ഏറെ അനുഗ്രഹമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.